ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് ബില്ലടിച്ചിട്ട് വരാം. എത്ര രൂപയാകും എന്ന് നോക്കാം. യോ ബോയ്സ് ആൻഡ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം. ഗൈസ്, അപ്പോൾ എൻ്റെ തൊണ്ട പോയി. നമ്മളിന്ന് നേരെ തെളിവുൾപ്പറമ്പ് വരെ പോകുവാണ്. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു വീഡിയോസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ നേരെ തെളിവുൾപ്പറമ്പ് പോവുകയാണ്. പിന്നെ തേസിൻ്റെ വീട്ടിൽ പോകാം. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതൊന്ന് പോയി നോക്കാം. നല്ല വെയിലിട്ടിട്ടാ ബോയ്സ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പുതിയൊരു ഡെയിലി വ്ളോഗ് പോലെ തുടങ്ങിയാലോ അല്ലെങ്കിൽ ചെയ്താലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എങ്ങനെയായി തീരുന്നറിയില്ല. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ ഭീമാട്ടി വന്നിരിക്കുകയാണ്. ഇവിടെ അടുത്താണ്. കൂടെ ആദർശമുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പെപ്സി, മിറിണ്ട, പിന്നെ എന്താടാ കൊക്കോള കുറച്ച് ക്യാനുകളാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇല്ല, അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ബിസ്മിയിൽ വന്നിരിക്കുകയാണ്. എല്ലാം ഉണ്ട് ഗൈസ്. ഏതൊക്കെ എടുക്കണം? ഇത് ഫാൻറ്റ, പെപ്സി, ഇത് 3 എടുക്കണം. പച്ച ഇത് മാത്രം. ഇത് വേണ്ടേ? കൊക്കോള വേണ്ടേ? 2 പേര് എടുക്കണേ. അതായത് ഇതെല്ലാം ഇതിൻ്റെ നേരെ വെക്കണം. യെസ്, ഇങ്ങനെ വെക്കണം. ഇതിൻ്റെ താഴത്തൊരു ബോക്സ് ഉണ്ടാവും, നമ്മളത് കാണില്ല. നമ്മളിങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ ജയിക്കും, തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ തോറ്റു പോകും. അതായത് നമ്മളിത് ഒരു ഓർഡർ ഇതാക്കിയിട്ട് വെക്കും. ഞാൻ ഇങ്ങനെ ഒരെണ്ണം മാറ്റി, അപ്പോൾ പറയണ ഒരെണ്ണം ശരിയായി. മൊത്തം 5 ചാൻസ് ഉണ്ട്. 5 ചാൻസിൽ ശരിയാക്കണം. ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് ബില്ലടിച്ചിട്ട് വരാം. എത്ര രൂപയാകും എന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ സാധനം മേടിച്ചിറക്കിയിട്ടുണ്ട്. എത്രയാണ് അതിൻ്റെ വില? ഇപ്പം 385 ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രെൻഡ്സിൽ വരെ കയറിയതാണ്. വേറെ ഒന്നുമല്ല. അത് കണ്ടോ, 3490 അടിക്കുകയാണെങ്കിൽ 3490 വീണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. ആണ്ടാ മുഖത്ത് കയറി പോണ്. ഓഫറിട്ട് അടിക്കുക സൗണ്ട്. ഇതിവിടെ എല്ലാത്തിനും ഓഫറാണ്. 3490 എടുക്കണം നമ്മൾ. കൊള്ളാമല്ല. നമ്മൾ വെയിലത്തിറങ്ങിയതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇതെന്നെ തേന്നതാ സാൻഡ്വിച്ച് കഴിക്കണം. ഓ, പല്ല് പോയി. എന്തോ പല്ലുവേന. സാൻഡ്വിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് വാനിലയുടെ ടേസ്റ്റ് ഇരിക്കും. മേടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചളുക്കണം, ഇടിച്ച് പിഴിയണം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ ആദർശം പഠിപ്പിച്ചാണ്. അതൊന്നും ചെയ്ത് നോക്ക്. ഇല്ലടാ? യെസ്. അപ്പം എഴുന്നേക്കൂ. അതെ, സാധനം മേടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ഒരുത്തം കിടന്ന് ഉറങ്ങണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ പോകുന്നു. വീഡിയോ എടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുത്തില്ല. വീഡിയോ എടുക്കാനുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുകയാണ്. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടുപോയ കാരണം വീഡിയോ എടുത്തില്ല. മിക്കവാറും വൈകുന്നേരം എടുക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഇതാണ് ഫുഡ്. ചിക്കൻ, എന്തോ ബീൻസ് അല്ലല്ലോ, പയറ്, കോവക്കായിട്ടുള്ള സംഭവമാണത്. മീൻചാറുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മീൻചാറ് എടുത്തില്ല. എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ ശരിയായി. അല്ലെങ്കിൽ പല്ല് കുറച്ചിരിക്കണവർ നല്ല വേദന പല്ലിന്. അപ്പോൾ എന്തായാലും ഇതാണ് 2 ദിവസമായിട്ട് ഞാൻ പുറത്തുനിന്ന് ചിക്കൻ കഴിക്കണത്, അൽഫാമൊക്കെ ആയിട്ട്. അതും കഴിഞ്ഞ ദിവസമൊക്കെ അമ്മമാർ ചിലവൊക്കെ ആയിരുന്നു. ഫേസ്ബുക്ക് റവന്യൂ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചിലവുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു പൈസ തന്നെയാണ് നമുക്ക് കിട്ടിയ. ഏകദേശം ഒരു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 8 രൂപ, 9 രൂപ, 10 രൂപ ആ ഒരു ടൈപ്പാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുഴപ്പമില്ലായിരുന്നു. എന്നാലും വയറിന് ചെറിയ വേദനയുണ്ട് കഴിച്ചിട്ട്. ഗൈസ്, ഞാൻ ആലോചിക്കണം നമുക്ക് ജിമ്മിൽ പോയാലോന്ന്. കാരണം വെച്ചാൽ ഡെയിലി വ്ളോഗ്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണ്ടേ. ഞാൻ കുറേ നാളായി ജിമ്മിൽ പോയിട്ട്. അപ്പോൾ ജിമ്മിലെ കണ്ടൻറ്റും കൂടി ആകുമ്പോൾ കൊള്ളായിരുന്നു അല്ലേ. അത് ഒന്നല്ലെങ്കിൽ വൈകുന്നേരം പോകും, അല്ലെങ്കിൽ രാവിലെ പോകും. ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് നോക്കണം. ഞാൻ നേരത്തെ രാവിലെ പോയിക്കൊണ്ടിരുന്നത്, അതിന് മുന്നും വൈകുന്നേരമായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയും ഒരു മാറ്റവും ഇല്ലല്ലോളം നിന്നെ കണ്ടിരുന്നത്. അത് ഞാൻ വല്ലപ്പോഴും പോയിട്ട് കാര്യമില്ല, എല്ലാ ദിവസവും പോകണ്ടേ. നേരത്തേക്ക് ഒരിടക്ക് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുമായിരുന്നു. പ്രോപ്പർ ഡെഡിക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ ഡെഡിക്കേഷൻ വേണ്ടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ആലോചനയിലാണ് ഞാൻ. അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ വ്ളോഗാണ്, വ്ളോഗിൻ്റെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും വരിക. ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്. ഫസ്റ്റ് ചാനൽ കാണാത്തവരെന്ന് കയറി നോക്കുക, ജി ടെക് വ്ളോഗ്സ്. അത് ഏകദേശം ഒരു 10K സബ്സ്ക്രൈബേഴ്സിലോട്ട് ആവുകയാണ്. നമുക്ക് ഫേസ്ബുക്ക് 100K, യെസ്, 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. ഗൈസ്, അതും കൂടി ജസ്റ്റ് ഒന്ന് കാണുക. അതും ജി ടെക് വ്ളോഗ്സ് തന്നെയാണ്. അതും ജി ടെക് വ്ളോഗ്സ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ചാനലാണ്. കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈവേദന എടുക്കണം. ഇപ്പോഴത്തെ പിടിക്കാം. വ്ളോഗും ചലഞ്ചും മാത്രമേ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. അതൊക്കെ ചെയ്യാൻ പറ്റി. അതാണ് പറ്റാതിരിക്കാനല്ല. ഇപ്പോൾ നമ്മൾ ജി ടെക് വ്ളോഗ്സിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് ചാനലിൽ നമ്മൾ ചലഞ്ച് വീഡിയോസ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ പറയും, ഇതൊക്കെ നടന്ന് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയണല്ലേ. അല്ല, കറക്റ്റായിട്ട് വരും, പേടിക്കണ്ട. ചേത മൊത്തമുണ്ട്.
അമ്മ ഇവിടെ ഒക്കെ ഉണ്ട്. കയറി കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2 ടാബ്ലറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചാൽ മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലാവസ്ഥേൻ്റെ പിന്നെ അമ്മ ചെയ്യുന്ന ജോലിയുടെ എന്തോ ആണ് അത്. ആൾക്ക് ചെറുതായിട്ട് ജലദോഷം മാറണില്ല, ഭയങ്കരമായിട്ട് ശ്വാസമുട്ടലും. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ മരുന്ന് മേടിച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് പോവാം അല്ലേ? അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ചെറുതായിട്ട് കാലുവേദന ഉണ്ട്. പിന്നെ കാലുവേദന എന്തോ നടന്നടിക്കിയത് അങ്ങനെ എന്തോ വിളിക്കുകയെന്നാണ് പറഞ്ഞത്. ചെറുതായിട്ട് പനിയുടേത് മാറിയതാണ്, പക്ഷേ ശ്വാസം മുട്ടൽ മാറിയില്ല. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഒരു ഡോക്ടറുണ്ട്. പുള്ളിക്കകത്ത് സെപ്പറേറ്റ് വേറെ റൂം പോലെ എടുത്തിട്ട് അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം വേറെ രീതിയിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുട്ടിക്കിടർത്തി കൊണ്ടുവരാം. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യണം. വേറെ കുറച്ച് വീഡിയോസ് ഉണ്ട്, മീഡിയസിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി എഡിറ്റ് ചെയ്ത് കൊടുക്കണം വെച്ചാൽ എൻ്റെ ചേട്ടന് അവനെ ലോഡ് കണക്കിന് വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യുക, കിടന്നുറങ്ങുക. നല്ല തണുപ്പ് കിട്ടുക, അതിൻ്റെ തൊണ്ടവേദന കൊണ്ട്. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ്. എല്ലാം കഴിഞ്ഞപ്പോൾ കലാജി വന്നു. അമ്മ എന്താണ്? അത് ഞാൻ വെറുതെ മൂക്കടപ്പുണ്ടോ? അയ്യോ നേരെ ഭയങ്കര മൂക്കടപ്പാ. അപ്പോൾ അത് ആ വണ്ടിയിൽ ഞാൻ പോരുകയും കൂടി ചെയ്തപ്പോഴേ